നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച. നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. വിഷ്ണു സ്റ്റുഡിയോയിൽ മദ്രാസിലിരിക്കുന്നു. ഞാൻ സിംഗപ്പൂരിലിരിക്കുന്നു. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സാർ. ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ അത് ചോദിക്കാം സാർ, അതിന് ഉത്തരം പറയണം സാർ. ആദ്യത്തെ ചോദ്യം ശിവപ്രകാശം സേലയൂർ ചെന്നൈയിലിരുന്ന് ചോദിച്ചിരിക്കുന്നു. എൻ്റെ സ്വന്തം നാട്ടിലും വീടില്ല, ചെന്നൈയിലും വീടില്ല. പക്ഷേ എൻ്റെ അടുത്ത് സ്റ്റോക്സിൽ ഒരു 50% വയ്ക്കുന്നു. ഗോൾഡ് ഓർണമെന്റ്സ് 15% വച്ചിരിക്കുന്നു. സുകന്യ സമൃദ്ധിയിൽ 20% വച്ചിട്ടുണ്ട്. ആയിട്ട് ഒരു 2-3% വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് അയാളെ സേവിങ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചോദിക്കുന്നത്, ഇപ്പൊ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൊടുത്തോണ്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങട്ടാ, എൻ്റെ അടുത്ത് ഇപ്പൊ വീടില്ല, എനിക്ക് ഈ വീടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പോൾ കോമൺ മാനിന്റെ ചോദ്യമായി കൂടെ നോക്കാം സാർ. ഇല്ലാതെ ഇരിക്കുന്നത് എങ്ങനെ? അങ്ങനൊന്നും ഒരു ചോദ്യമുണ്ട് ഇവിടെ. വീട് പുതിയത് വാങ്ങുന്നത് കൊള്ളാമോ, അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തിന് റെന്റലിൽ ഇരിക്കുന്നത് കൊള്ളാമോ സാർ? അവരുടെ ഏജ് വന്നിട്ട് 43. 5 വർഷം റെന്റലിൽ ഇരുന്നോ. നിങ്ങളെ സേവിങ്സ് ഒക്കെ എടുത്ത് ഒരു ഫ്ലാറ്റിൽ ഇട്ടുവെങ്കിൽ അത് ഡെഡ് ആസറ്റ് ആവും. കുറച്ച് സ്ട്രെച്ച് ചെയ്ത് ലോൺ വാങ്ങും. EMI തന്നെ കിട്ടും. ഇപ്പോൾ ലൈഫ് കംഫർട്ടബിളായിരിക്കുന്നു. ആവശ്യമില്ലാത്ത വമ്പിന് വില കൊടുത്ത് വാങ്ങണ്ട. ഇപ്പോൾ ഈ റേറ്റിൽ നിങ്ങളെ സ്വന്തം സ്ഥലത്തിലോ ഇല്ല ചെന്നൈയിലോ, ചേലൂർ എന്ന് പറയുന്നത് താമ്പരത്തിൻ്റെ അടുത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നിങ്ങളിപ്പോൾ വാങ്ങിയെങ്കിൽ തിരികെ അസറ്റിൻ്റെ വാല്യൂ കയറത്തില്ല. അത് കാരണം ദയചെയ്ത് ഈ തെറ്റിനെ ചെയ്യണ്ട. 5 വർഷം കഴിഞ്ഞ് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വിഷ്ണുവിൻ്റെ അടുത്ത് നെറ്റ്വർത്തിനെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഇരിക്കുന്നു. അതിന് ഞാൻ താഴെ ഇടാൻ പറയാം. വന്നിട്ട് വീടിന് പാതി കാശ് ഇട്ടുണ്ട്, പാതി കാശിന് EMI എടുക്കും. അല്ലായിരിക്കും നെറ്റ്വർത്തിന് 0ക്ക് കൊണ്ടുപോകും. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന വീടിനെ വന്നിട്ട് നെറ്റ്വർത്തിൽ ചേർക്കാൻ പറ്റത്തില്ല. സാർ, അടുത്തത് നുങ്കമ്പാക്കത്തിലിരുന്ന് വെങ്കട്ട് എന്നാളെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടു ഐഡന്റിഫൈ ലോ വാല്യൂ അപ്കമ്പനിങ് കമ്പനീസ്. വില കുറവായിരിക്കും, പക്ഷെ നാളെ ആ കമ്പനി തന്നെ ടൈറ്റൻ, ആ കമ്പനി തന്നെ TCS എന്ന കമ്പനീസിനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അതൊക്കെ നിങ്ങൾ പഠിക്കണം, പഠിച്ചോണ്ടേ ഇരിക്കണം. ഡോട്ട്സിനെ കണക്ട് ചെയ്യാൻ അറിയണം. ആ ബിസിനസ് നിനക്ക് അറിയണം. സർക്കിൾ ഓഫ് കോമ്പറ്റൻസ് എന്തെന്നറിയണം. ആ സർക്കിൾ ഓഫ് കോമ്പറ്റൻസിൻ്റെ അകത്തേ നിങ്ങളിരിക്കണം. ഇതാ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഉടനെ വരത്തില്ല. എന്നും ബിസിനസ് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്സ്, എക്കണോമിക് ടൈംസ് വായിക്കുക. എന്ത് വായിക്കുക? ബിസിനസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ ആ ബിസിനസ്സിൽ ഡീപ്പ് ഇൻസൈറ്റ്സ് ആൻഡ് നോളജ് കൊണ്ടുവരണം. സാർ, അടുത്തത് ഷെനായ് നഗറിലിരുന്ന് അഫ്രിൻ എന്നാല് ചോദ്യം അയച്ചിട്ടുണ്ട്. ഞാൻ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു സാർ? ആ പോയിന്റ് സാർ ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ ആ പ്രശ്നങ്ങൾ വരണ മുമ്പ് ഞങ്ങൾ കുറച്ച് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ് ചോദിക്കുന്നത്. ടേം ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ? പ്രഷർ, ഓണേഴ്സ് പ്രൈഡ്, നെയ്ബേഴ്സ് എനിമി എന്ന് പറയും. ഇത് നിങ്ങളടുത്ത് ഇരിക്കുന്നത് നോക്കി നിങ്ങൾ സന്തോഷപ്പെടണം. മറ്റവരെ നോക്കി നമ്മൾ പുറമപ്പെടരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മറ്റാൾക്കാർ വന്നിട്ട് ഒരു ഫ്ലാഷി ലൈഫ് സ്റ്റൈൽ വെച്ചിരിക്കും. നമ്മളടുത്തിരിക്കുന്നത് ഒരു ഡിഫൻസീവ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. മറ്റവരെ നോക്കി കണക്കിട്ട് വലിയ ഒരു പുറമ ഉണ്ടാകും. ഇതൊന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർ വീട്, വണ്ടിയൊക്കെ വാങ്ങിക്കും. നിങ്ങളെ അച്ഛനമ്മയും കൂടെ പ്രഷർ ഇടും. ഇതൊക്കെ അസസ് ചെയ്യണം. അടുത്തത് ലോങ് പീരീഡ്സ് ഓഫ് അണ്ടർ പെർഫോമൻസ് ഇരിക്കും. ഫ്ലാഷി സ്റ്റോക്ക് വാങ്ങി ഇരിക്കത്തില്ല നമ്മൾ. ആ സ്റ്റോക്ക് 2 മാസത്തിൽ ഡബിൾ ആകത്തില്ല. വർഷക്കണക്കായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കും. അയ്യോ, എന്തുകൊണ്ട് നമ്മുടെ തന്നെ വാങ്ങി എന്ന് തോന്നും നമുക്ക്. ഇതൊക്കെ മോർ മൈൻഡ് ദാൻ മാറ്ററാണ്. കാരണം നമ്മളെ മൈൻഡിന് റിട്ടേൺ ചെയ്യുന്നത് ഒരു വലിയ പ്രോബ്ലമായിരിക്കും. നിങ്ങളെ തന്നെ നിങ്ങളെ ബിഗ്ഗസ്റ്റ് എനിമി ആയിട്ടിരിക്കും. നിങ്ങളെ മൈൻഡ് തന്നെ നിങ്ങളെ ബിഗ്ഗസ്റ്റ് എനിമി ആയിട്ടിരിക്കും. നന്നൊന്ന് ചോദിക്കും. നിങ്ങളെ ബ്രെയിൻ വന്നിട്ട് വയർ ടു എ ഷോർട്ട് ടേം മൂവ്മെൻ്റ് ആണ്. ഹാർഡ് വയർഡ്. ലോങ് ടേമിൽ പേഷ്യൻ്റായി ഇരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഈ ബ്രെയിൻ തന്നെ. ചെന്നൈ നങ്കനല്ലൂരിലിരുന്ന് ഷൺമുഖവേൽ എന്നാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവരെ കൊച്ചിന് 5 വയസ്സാകുന്നു. അപ്പോഴാണ് എൻ്റെ ചെറുക്കന് ഫിനാൻസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതാണ് ആപ്റ്റായ ഏജ്? ഈ വയസ്സിൽ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്നു? ബഫറ്റ് ആദ്യത്തെ സ്റ്റോക്കിന് 10 വയസ്സിൻ്റെ താഴെ വാങ്ങി. സർ, ജിയോ വന്നിട്ട് IPO ആയിട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജിയോ ഫിനാൻഷ്യൽ എന്ന കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയം ആൻഡ് ഷെയർ വച്ചിരിക്കുന്നവർക്ക് ഇത്രയും ജിയോ ഫിനാൻസിന്റെ
ഷെയർ എന്ന് പറഞ്ഞു പിരിച്ചു തന്നെ കൊടുത്തു. IPO വന്നില്ല. അപ്പോൾ എന്താണ് ക്ക് മാത്രം സെപ്പറേറ്റ് IPO ആയിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ റിലയൻസ് വച്ചിരിക്കുന്നവർക്കും ഇത്ര % ജിയോ ഷെയർ എന്നല്ലേ കൊടുക്കണം. എന്താണ് ഡിഫറൻസ് ഇതിൽ? ഇത് അവരുടെ തന്നെ ചോദിക്കണം. എന്നെ കേട്ടാൽ ഞാൻ എന്തിട്ട് പറയാം, A1 അടുത്ത് ചോദിക്കണം. ജിയോ ഫൈനാൻസ് ബിസിനസ്സേ ഇല്ല, വാല്യൂവേ ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആ കൊടുത്തു. ജിയോ ഫോൺ ബിസിനസ് വന്നിട്ട് വാല്യൂബിൾ ബിസിനസ് ആണ്, ഇത് കാരണം വിൽക്കുന്നു. സാർ ഇപ്പോൾ ജിയോ IPO എന്ന ചോദ്യം വന്ന കാരണം ഇപ്പോൾ ഞാൻ ഈ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു. പൊതുവായിട്ട് നിങ്ങൾ IPO വന്നാൽ നിങ്ങൾ യു വിൽ നോട്ട് റോൾ യുവർ ഡൈസ് എന്ന് പറയും. അപ്പോൾ IPOയിൽ വരുന്ന ആ നിർവ്വഹണം ആ ഷെയർ പ്രൈസ് വന്നിട്ട് ഇത്ര വാല്യൂഡ് ആയിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രോസ്പെക്ട്സ് ആൻഡ് കാൽക്കുലേഷൻ ഒക്കെ ഇട്ട് നോക്കി കുറച്ച് അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്നു അങ്ങനെ വന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമോ? IPOയ്ക്ക് അപ്ലൈ ചെയ്യുമോ? എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഒരുവേള നിങ്ങൾ അപ്ലൈ ചെയ്തില്ല എന്ന ഒരു ഇതിൽ കിട്ടൂല, പിന്നെ നമുക്കത് വിഷമം വരും എന്ന ഒരു തോട്ടിൽ അപ്ലൈ ചെയ്യുന്നില്ലയോ ഒരു സംശയം ഉണ്ട്. അങ്ങനെയെല്ലാം ഒന്നുമില്ല. വാല്യുവേഷൻ ചീപ്പായിട്ട് ആരും വിൽക്കത്തില്ല. 10 രൂപയ്ക്ക് ടാറ്റ ക്യാപിറ്റൽ കൊടുത്താൽ ഞാനും തന്നെ ഇടും. കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് വെളിയിൽ പോയും ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പ്ലാന്റിനെ തന്നെ വെളിനാട്ടിൽ എടുത്തിട്ട് പോകുന്നു എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ നോക്കിയെങ്കിൽ മഹേന്ദ്ര വന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയി, നാറ്റ്കോ ഫാർമ സൗത്ത് ആഫ്രിക്കയിൽ ഒരു കമ്പനി വാങ്ങുന്നു, ടാറ്റ മോട്ടോഴ്സ് ഇവാക്കോയെ വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സൈഡസ് വെൽനസ് UK കമ്പനി വന്നിട്ട് അക്വയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെയും അവർ വെളിനാട്ടിന് മൂവ് ചെയ്യും എന്ന് മനസ്സിലാക്കാനാ ഇല്ല അവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാ സർ? They are trying to sell vitamin supplements and minerals. That has nothing to do with pharma. ചാൻസ് കിട്ടിയെങ്കിൽ അവർ ഫാർമ കമ്പനി വാങ്ങി വെളിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളിൽ GST കട്ട് ചെയ്തിരിക്കുന്നു. ആർ എന്ന് നോക്കുമ്പോൾ 10 ലക്ഷം രൂപ കാർ വാങ്ങി ഒരു 60,000 70,000 രൂപ വരയ്ക്കും കുറയാണ്ട് ചാൻസ് ഇരിക്കുന്നു. നമ്മൾ ഒരുപാട് ന്യൂസിൽ നോക്കുന്നു ഇരിക്കുന്ന സമയം കാർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഇതാണ് പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും എന്ന് സാർ വിചാരിക്കുന്നു. ഈ ഒരു സൈഡ് നോക്കിയെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യുന്നവർ നോക്കിയാൽ അവർക്കൊക്കെ 40% GST എന്നാണ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന് നോക്കുമ്പോൾ ITC വച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് ഒരു നെഗറ്റീവായ സെന്റിമെന്റ് എന്ന് നമ്മൾ നോക്കാമോ സർ? ITC വന്നിട്ട് നോട്ട് എ സിഗരറ്റ് കമ്പനി, ഞാൻ നോക്കുന്നതായിരിക്കും. സിഗരറ്റ് ഇസ് എ ഫ്രീ ക്യാഷ് ഫ്ലോ ആൻഡ് ദ 40% ഇസ് ലൈക്ലി ബെറ്റർ ദാൻ വാട്ട് എവറിബഡി തോട്ട്. കാരണം തന്നെ അത് എല്ലാം കയറുന്നു. ടാക്സ് എക്സ്ട്രാ ഇടണം എന്ന് പറയുന്ന സമയം അത് ഇറങ്ങിയതിൻ്റെ കാരണം അത് തന്നെ. കാരണം ഐ വോണ്ട് വറി അബൌട്ട് ഇറ്റ്. GSTയുടെ കട്ട് കാരണം കാർ സെയിൽസ് ഇമ്പ്രൂവ് ആകും എന്ന് വിചാരിക്കുന്നു. അടുത്ത വരയ്ക്കും August 15 സെപ്റ്റംബർ 22 വരയ്ക്കും സെയിൽസേ നടന്നില്ല. ഇത് കാരണം ഒരു ബൗൺസ് 2 മാസം 3 മാസം ഇരിക്കും. അതിൻ്റെ ശേഷം നോർമലൈസ് ആകും. ഗോൾഡിന്റെ റേറ്റ് പീക്കിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു സർ. പറയാൻ പോയാൽ ഇന്ന് 22 കാരറ്റ് ഗോൾഡ് ചേതാരം ചെയ്കൂലി GST ഒക്കെ ഇല്ലാതെ 10,000 രൂപ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു സർ. അടുത്ത ടാർഗറ്റ് എന്താണ്, ഇന്നും എത്രയാണ് കയറാൻ ചാൻസ് ഇരിക്കുന്നു, ഇറങ്ങാൻ ചാൻസസ് ഇരിക്കുന്ന നോക്കുന്നവർക്ക് പറയുന്ന കാര്യം എന്താ? റേറ്റ് കട്ട് ചെയ്യുന്ന സമയം 5% റേറ്റ് കയറണം. പ്രാവശ്യം 0.25 കൺഫേം ആയ സ്ഥിതിക്ക് 2% മുകളിൽ ഗോൾഡ് ക്ലിയർ 8 കാരറ്റ് ഗോൾഡ് ആൻഡ് സെൻട്രൽ ബാങ്ക് വിൽ കണ്ടിന്യൂ ടു ബൈ ഗോൾഡ്. ഗോൾഡ് ഇന്നും വാങ്ങും. ട്രംപ് ഇതുപോലെ ബിഹേവ് ചെയ്താൽ ആരും ഡോളേഴ്സ് വച്ചിരിക്കത്തില്ല. ഒരു റിസോഴ്സ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ഇത് കാരണം എല്ലാ കൺട്രീസും ഗോൾഡ് വാങ്ങാൻ തുടങ്ങും. ലാസ്റ്റ് ടൈം ഇന്ത്യയുടെ ഗോൾഡ് പർച്ചേസും കൂടുതലായിരിക്കുന്നു. ചൈന, റഷ്യ, ടർക്കി, ഇന്ത്യ എല്ലാ മേജർ കൺട്രീസും ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യും. ഇൻഫാക്ട് ഫസ്റ്റ് ടൈം വന്നിട്ട് സെൻട്രൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ 1.5 grams പാസ്റ്റ് എമൗണ്ട് ഓഫ് ട്രഷറി 1996 ആദ്യത്തെ പ്രാവശ്യം. ഇത് കാരണം എക്സ്ട്രാ ഗോൾഡ് കാരണം മാത്രം കയറി എന്ന് പറയാൻ പറ്റത്തില്ല. ഗോൾഡിൻ്റെ വിലയും ഏറിയിരിക്കുന്നു. ഇത് കാരണം റീവാലുവേഷൻ ഓഫ് അസറ്റും കയറിയിരിക്കുന്നു. ഈ വലിയ കൺട്രീസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് വാങ്ങും, എസ്പെഷ്യലി റഷ്യ ആൻഡ് ചൈന. കാരണം സ്വർണത്തിൻ്റെ വില കയറും. പക്ഷേ ജിയോ പോളിറ്റിക്സ് നാളെ തന്നെ ശരിയാകുമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു. ഞാൻ പറഞ്ഞ ഹോട്ട് മൈ കോൺവെർസേഷനെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഇറങ്ങുന്നത് പോലൊന്നും ചാൻസ് ഇല്ല. ഓക്കെ സർ, ശനിയാഴ്ച ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞായിരുന്നു. ഇത്രയും തന്നെ ഈ ആഴ്ചക്കുള്ള ചോദ്യങ്ങൾ. നന്ദി സർ. നന്ദി, നമസ്കാരം.